നമസ്കാരം. എല്ലാവർക്കും നക്ഷത്ര വോയിസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിൽ ചിലർക്ക് പുറത്തെല്ലാം നോർമലായി തോന്നും. ചിരിക്കും, സംസാരിക്കും, ജോലി ചെയ്യും. പക്ഷേ ഉള്ളിലൊരു നിമിഷവും സമാധാനമില്ല. ദിവസം തുടങ്ങി രാത്രി വരെയും ഒരു കാര്യത്തിൻ്റെ ചിന്ത, ഒരു പേരിൻ്റെ വേദന, ഒരു പ്രശ്നത്തിൻ്റെ ഭാരം, ഇങ്ങനെയൊക്കെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ചില നക്ഷത്രങ്ങൾക്ക് ഇതൊരു സ്മാൾ ഹാബിറ്റ് അല്ല, ജീവിതത്തിൻ്റെ സ്വഭാവമാണ്. ഇന്ന് നാം കാണുന്നത് ജ്യോതിഷപ്രകാരം സാധാരണയായി മനസ്സമാധാനം കുറവനുഭവിക്കുന്ന 12 നക്ഷത്രങ്ങൾ. അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അവർക്കുള്ള വലിയ ശക്തി എന്താണ്? അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ മറ്റുള്ളവർ എന്താണ് അറിയേണ്ടത്? ഇതെല്ലാം വിശദമായി പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നക്ഷത്ര വോയിസ് ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ നക്ഷത്രം അശ്വതി. അശ്വതി നക്ഷത്രക്കാർ പുറത്ത് ശാന്തം, പക്ഷേ ഉള്ളിൽ കരയുന്ന കുട്ടിയെ പോലെ. പ്രശ്നം എത്ര ചെറുതായാലും അത് അവർ 1000 തവണ ചിന്തിക്കും. അവർക്ക് വിരസത തരുന്നത് എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുന്നു എന്ന തോന്നൽ. അവരുടെ മൈൻഡ് ഹൈപ്പർ ആക്റ്റീവാണ്. ഒന്നും സംഭവിക്കാത്തപ്പോഴും സംതിങ് ഈസ് റോങ് എന്ന തോന്നലുണ്ടാകും. മനസ്സമാധാനം പിന്നെയും കിട്ടാത്തതിൻ്റെ കാരണം അമിതമായി ചിന്തിക്കൽ. സ്വന്തം തെറ്റല്ലെങ്കിലും സ്വയമേ കുറ്റപ്പെടുത്തുക. പഴയ വേദന വീണ്ടും വീണ്ടും മനസ്സിൽ ഓർക്കുക. എല്ലാത്തിനെയും അമിതമായ പരിഗണനയും സ്നേഹമുള്ള മനസ്സും. പക്ഷേ അശ്വതിക്കാരുടെ ഏറ്റവും വലിയ ശക്തി ശ്രദ്ധ, പ്രാർത്ഥന, ആത്മവിശ്വാസം. എത്ര തളർന്നാലും എത്ര വീണാലും അവർ ഒരിക്കലും പൂർണ്ണമായി തകർന്നു പോകില്ല. വീണ്ടും ഉയരും, വീണ്ടും തുടങ്ങും. അതാണ് അശ്വതിക്കാരെ പ്രത്യേകമാക്കുന്നത്. 2. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാരുടെ മൈൻഡ് ഒരു ഫയർ എനർജിയാണ്. പുറത്ത് ബോൾഡ്, ആത്മവിശ്വാസം നിറഞ്ഞത്, പക്ഷേ ഉള്ളിൽ അവിശ്രമായ ഒരു കലഹം. കാർത്തികക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം മനസ്സ് ഒരു നിമിഷം പോലും ശാന്തമായി നിൽക്കില്ല. അവർക്ക് എപ്പോഴും തോന്നുന്ന ചില ചിന്തകൾ. എനിക്കിത് വേറെയായി ചെയ്യാമായിരുന്നു, ഞാൻ പോകുന്ന വഴി ശരിയാണോ, അടുത്തതെന്തു ചെയ്യണം. അവരുടെ മനസ്സ് എപ്പോഴും എല്ലാത്തിനെയും ചുറ്റി ഒരിക്കലും നിൽക്കാത്ത ഒരു ചക്രം പോലെ സഞ്ചരിക്കുന്നു. മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രധാന കാരണങ്ങൾ അമിതമായ ഉത്തരവാദിത്ത ബോധം, എല്ലാത്തിലും പെർഫെക്റ്റ് ആകണമെന്ന ആഗ്രഹം, പുറത്തു പറയാതെ അടക്കി വയ്ക്കൽ, മറ്റുള്ളവർക്ക് വളരെയധികം പ്രതീക്ഷ വയ്ക്കൽ. പക്ഷേ കാർത്തികക്കാരുടെ മനസ്സ് വളരെ ശുദ്ധവും സത്യസന്ധവുമാണ്. വലിയ സ്നേഹവും ആഴത്തിലുമുള്ള വിശ്വാസത്തിലുമുള്ള ആൾക്കാരാണിവർ. ജീവിതം എത്ര പരീക്ഷിച്ചാലും എത്ര കഠിനമായ വഴികളിലൂടെ കൊണ്ടുപോയാലും കാർത്തികക്കാർ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് മറ്റെല്ലാവരെയും അതിശയിപ്പിച്ച് ഉയർന്നു വരും. അവരുടെ തീ, അവരുടെ ശക്തി അവരെ ഒരിക്കലും താഴെയാക്കാൻ ആർക്കുമാവില്ല. 3. രോഹിണി നക്ഷത്രം. സ്വഭാവത്തിൽ ആഴത്തിലുള്ള വികാരങ്ങൾ നിറഞ്ഞവരാണ്. അവരുടെ ഏറ്റവും വലിയ ദൗർബല്യം എവിടെയായാലും എല്ലാവരും സന്തോഷത്തിലായിരിക്കണം എന്ന പരമമായ ആഗ്രഹം. ഇവരെ ഒരു വാക്കോ ഒരു സംഭവമോ ചെറുതായി പോലും തെറ്റായി തോന്നിയാൽ അതിനെക്കുറിച്ച് ദിവസം മാത്രമല്ല ജീവിതം മുഴുവൻ ചിന്തിച്ചു കൊണ്ടിരിക്കും. മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന കാരണങ്ങൾ: കുടുംബത്തിൻ്റെ ഭാരവും പ്രതീക്ഷകളും, ആളുകളോടുള്ള അതിയായ ബന്ധം, സ്നേഹത്തിൽ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുക, ആരെയും നിരാശപ്പെടുത്താമോ എന്ന ഭയം. രോഹിണിക്കാരുടെ ഉള്ളിൽ തീ പോലെ കത്തുന്ന വികാരങ്ങൾ, പക്ഷേ പുറത്തേക്ക് ഒരു തുള്ളി പോലും കാണിക്കാത്ത സമാധാനം. അവർക്കുള്ള അനുഗ്രഹം, കലയുടെ തിളക്കം, ഹൃദയപരമായ സ്നേഹം, ഒരു സ്വാഭാവിക ശാന്തത. ഇവരുടെ സാന്നിധ്യം തന്നെ വീട്ടിലൊരു പ്രകാശം പോലെയാണ്. 4. മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രക്കാർ ആകാശത്തിൻ്റെ ശക്തി പോലെ തുടർച്ചയായി ചിന്തിക്കുന്നതും ഒരുപാട് വാർത്തെടുക്കുന്നതും ആഴത്തിൽ വിശകലനം ചെയ്യുന്നതുമാണ്. ഏത് കാര്യം ലഭിച്ചാലും അത് മുഴുവനും ആലോചിച്ച് വിശകലനം ചെയ്ത് തീർക്കും. അവർക്ക് മനസ്സിൽ നിരന്തരം ഉയരുന്ന ചോദ്യങ്ങൾ: എൻ്റെ ജീവിതം എവിടേക്ക് പോവുകയാണ്? എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുക? ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ? ഇതെല്ലാം മനസ്സിനെ ഒരു നിമിഷം പോലും ശാന്തമാക്കാൻ അനുവദിക്കുന്നില്ല. മനസ്സമാധാനം ഇല്ലാതാക്കുന്ന കാരണങ്ങൾ: അതിയായി സങ്കല്പങ്ങളിൽ മുങ്ങുക, സ്വയം മനസ്സിലുണ്ടാക്കുന്ന അമിത സമ്മർദ്ദം, പരാജയത്തെക്കുറിച്ചുള്ള ഭയം, ജീവിത രീതിയിൽ സ്ഥിരത കുറവ്. പക്ഷേ ഇവരുടെ അത്ഭുതകരമായ വരദാനം ഇവർ ആത്മീയമായി വളരുന്ന വേഗം മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്.
വേദനയും ജീവിതപാഠങ്ങളും അവരെ അതീവ ശക്തരാക്കും. മകയിരക്കാർ ദുഃഖത്തിലൂടെയാണ് പ്രകാശം കണ്ടെത്തുന്നത്. തിരുവാതിര നക്ഷത്രം. ശാന്തമായി നടക്കുന്നത് പോലെ തോന്നും, പക്ഷേ അവരുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഒരു ചെറിയ യുദ്ധം നടക്കുന്നു. മറ്റുള്ളവർ കാണാത്ത ഒരു അദൃശ്യമായ ഭാരം അവരുടെ മനസ്സിൽ സ്ഥിരം താമസിക്കുന്നു. ഒന്നും സംഭവിക്കാതിരുന്നാലും അവരുടെ മനസ്സ് ശാന്തതയെ അനുവദിക്കുന്നില്ല. ഏതോ തെറ്റായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും മോശം വരാനിരിക്കുന്നു വിചിത്രമായി മുൻകൂട്ടി ബോധം അത് അവരെ വിട്ടുകൊടുക്കാറില്ല. മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണങ്ങൾ: വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ആരെയെങ്കിലും നഷ്ടപ്പെടുത്തുമോ എന്ന ഭയം, രാത്രിയിൽ കൂടി വരുന്ന ഏകാന്തത, ചെറുതായ കാര്യങ്ങൾ പോലും ഹൃദയത്തിൽ ആഴത്തിൽ പതിയുക. പക്ഷേ തിരുവാതിരക്കാരുടെ വരദാനം മനസ്സിൻ്റെ ദൂരദർശനം. ഒരു മനുഷ്യൻ്റെ മുഖം ശാന്തമെങ്കിലും അവരുടെ ഉള്ളിലെ വേദന അവർ തിരിച്ചറിയും. സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസ്സ് അത് മുന്നറിയിപ്പും നൽകും. ഉള്ളിൽ പൊട്ടിത്തെറിക്കുമ്പോഴും പുറത്ത് അവർ പുഞ്ചിരിക്കും. ലോകം കാണാത്ത സ്ഥലത്ത് അവരാണ് കൂടുതൽ തളരുന്നത്. അവരാണ് കൂടുതൽ ശക്തരാകേണ്ടി വരുന്നത്. അവരിലെ ദൈവം നൽകിയ പ്രത്യേകത: മറ്റുള്ളവർ തളർന്നു വീണാൽ മിണ്ടാതെയും ശാന്തമായും അവരെ പിടിച്ചു നിന്ന് നിലനിർത്തുന്നവരാണ് ഇവർ. പക്ഷേ അവരുടെ വേദന അത് അവരോട് മാത്രം സംസാരിക്കുന്നു. 6. പുണർന്നം നക്ഷത്രം. മനസ്സ് രണ്ടു വഴികളിലേക്ക് പിരിയുന്നവരായതുകൊണ്ട് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടും. ഒരു കാര്യം മനസ്സിൽ കയറുമ്പോൾ അത് മുഴുവൻ ഹൃദയത്തോട് സ്വീകരിക്കും. പക്ഷേ അടുത്ത നിമിഷം തന്നെ ഒരു ചെറിയ സംശയം മനസ്സിലുദിക്കും. അവരുടെ ചിന്തകൾ ഒഴുകുന്ന രണ്ടു നദികളെപ്പോലെ എപ്പോഴും തമ്മിൽ തട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സമാധാനം നഷ്ടമാകുന്ന പ്രധാന കാരണങ്ങൾ: അപ്രതീക്ഷിതമായ സംഭവങ്ങൾ, കഴിഞ്ഞുപോയ വേദനകൾ ഇപ്പോഴും മനസ്സിലിട്ട് ഓർക്കുക, മറ്റുള്ളവരുടെ പറ്റി അധികം ചിന്തിക്കുന്നത്. പുണർന്നം നക്ഷത്രക്കാരുടെ വലിയ ശക്തി അവർക്കുണ്ട് ഒരു ഉറച്ചുള്ള ശാന്തതയും മറ്റുള്ളവരെ സുഖപ്പെടുത്താനുള്ള കഴിവും. അവർ പോകുന്നിടത്ത്, വീട്ടിലായാലും ജോലിയിലായാലും ഒരു ശാന്തമായ ഊർജം പടരാറുണ്ട്. ഇവർ വേദനകളിലൂടെ വളരും. വീഴുന്നിടത്തൊക്കെ പുതിയൊരു ശക്തിയുമായാണ് ഇവർ എഴുന്നേൽക്കുന്നത്. 7. അത്തം നക്ഷത്രം. പുറത്തു നോക്കുമ്പോൾ സന്തോഷം നിറഞ്ഞവരും ചിരിക്കുന്നവരും ഒരുപാട് ചുമതലകളില്ലാത്തവരുമായാണ് തോന്നുന്നത്. പക്ഷേ അവരുടെ ഉള്ളിലെ ശബ്ദം വളരെ ശാന്തവും വളരെ ഒറ്റപ്പെട്ടതുമാണ്. അവരുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന പ്രധാന കാരണം അവർ അവർക്ക് സ്നേഹം നൽകിയാലും ഹൃദയം തുറന്നാൽ പോലും പലപ്പോഴും ഉള്ളിലൊരു വേദന. എന്നെ ആരും സാരമായി കാണുന്നില്ല, എനിക്കത്ര പ്രാധാന്യം കിട്ടുന്നില്ല. ഇത്തരക്കാരുടെ ഹൃദയം കുഞ്ഞിൻ്റെ മനസ്സുപോലെ അത്യന്തം നർമ്മം നിറഞ്ഞതാണ്. ചെറിയ കാര്യങ്ങൾ പോലും അവരെ ആഴത്തിൽ വേദനിപ്പിക്കാം. ഇവരുടെ വലിയ ശക്തി ശുദ്ധമായ മനസ്സും ഇരുവശത്തും പ്രകാശം പകരുന്ന സൗന്ദര്യവുമുണ്ട്. അവർ പോകുന്നിടത്ത് മൃദുവായ ചൂട് പോലെ സ്നേഹവും ശാന്തതയും പടരും. അത്തം നക്ഷത്രക്കാർക്ക് ഒരു ദൈവിക സംരക്ഷണ ശക്തിയുണ്ട്. അവർക്ക് ദോഷം വരാൻ അനുവദിക്കാത്ത ഒരു അദൃശ്യ കരുതലുമുണ്ട്. 8. ചിത്തിര നക്ഷത്രം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഗംഭീരത, രാജകീയമായി നടന്നു സംസാരിച്ചും ഉയർന്ന ആത്മവിശ്വാസം നിറഞ്ഞും നിൽക്കുന്നവരും എല്ലാം പെർഫെക്റ്റായി തോന്നും. പക്ഷേ അവരുടെ ഉള്ളിലെ സത്യങ്ങൾ ഒരാളും കാണാറില്ല. അവരുടെ മനസ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ഭാരപ്പെടുന്നു? ചിത്രക്കാരുടെ മനസ്സിൽ പഴയ വേദനകളും മുൻപ് പറഞ്ഞ കഠിന വാക്കുകളും നഷ്ടപ്പെട്ട ബന്ധങ്ങളും ചെയ്ത പിഴവുകളോടുകൂടി എല്ലാം ഇപ്പോഴും അടങ്ങിയിരിക്കുന്നു. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ശക്തി ചിത്രക്കാരിൽ സൃഷ്ടിക്കാനുള്ള കഴിവ്, സൗന്ദര്യത്തിൻ്റെ പ്രതീതി, നിങ്ങളെ നോക്കുമ്പോൾ പോലും ഒരു മഹത്വം തോന്നുന്ന ധൈര്യം, ഇവയൊക്കെ സ്വാഭാവികമായി ജന്മസിദ്ധമാണ്. ഇവർ പ്രകാശിക്കാനാണ് പിറന്നത്. ജീവിതം എത്ര പരീക്ഷിച്ചാലും അവർ വീണ്ടും വീണ്ടും ഉയർന്നു നിൽക്കും. ദൈവിക ശക്തി ഉള്ളവരാണിവർ. മനസ്സമാധാനം തകർക്കുന്ന കാരണങ്ങൾ: മുൻകാലത്തിൽ നിന്നുള്ള വഞ്ചനയും വേദനയും, എല്ലാം പൂർണ്ണതയോടെ വേണമെന്ന ആഗ്രഹം, മറ്റുള്ളവരുമായി അനാവശ്യമായി താരതമ്യം ചെയ്യുന്നത്, മനസ്സിലെ കരച്ചിൽ പുറത്തു പറയാതെ അടക്കി പിടിക്കുന്നത്. ഈ 4 കാരണങ്ങൾ ചിത്രക്കാരെ രാത്രികളിൽ ഉറക്കം പോലും കിട്ടാതെ ചിന്തയിലേക്ക് തള്ളിവിടും. 9. അനിഴം നക്ഷത്രം. അത്യന്തം മൃദുവായ ഹൃദയം, ഒരു വാക്ക്, ഒരു മുഖഭാവം, ഒരു നിമിഷം മൗനം പോലും അവരുടെ മനസ്സിൻ്റെ മനസ്സമാധാനം തകർക്കാനാകും.
പുറത്ത് ശക്തിയായി തോന്നിച്ചാലും അകത്ത് വളരെ വേദനകൾ ഒളിപ്പിച്ചു നടക്കുന്നവരാണിവർ. ഇവർക്ക് മനസ്സമാധാനം കുറയാനുള്ള പ്രധാന കാരണങ്ങൾ ആഴത്തിൽ കുത്തി വേദനിപ്പിച്ച പഴയ അനുഭവങ്ങൾ, പലപ്പോഴും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത്, മനസ്സിനെ ആശ്രയിക്കാൻ ആളുകളുടെ കുറവ്, നിരസിക്കപ്പെടുമോ എന്ന സ്ഥിരമായ ഭയം, അനിഴക്കാർ തങ്ങളുടെ മനസ്സ് ആരെങ്കിലും കേൾക്കണമെന്നൊരു വാശി, പക്ഷെ അത് പറയാൻ ധൈര്യക്കുറവ്. പക്ഷേ ഇവരുടെ ഹൃദയം ഏറ്റവും ശുദ്ധവും സ്നേഹപൂർവവുമാണ്. സ്വയം എത്ര വേദനിച്ചാലും മറ്റൊരാളെ വേദനിപ്പിക്കില്ല. അവർ കൊടുക്കുന്നത് എല്ലാ സ്നേഹവും കരുതലും മാത്രം. അവർ പൊറുക്കും, പക്ഷെ മറക്കില്ല, കാരണം അവർക്ക് വേദന വളരെ ആഴത്തിൽ തട്ടും. 10. അവിട്ടം നക്ഷത്രം. മനസ്സൊരിക്കലും നിശ്ചലമല്ല. ഒരു വശം ചിന്ത, മറ്റൊരു വശം പ്ലാൻ. അങ്ങനെ തലകീഴായി ചിന്തകളും ഉത്തരവാദിത്തങ്ങളും എന്നുവെച്ചാൽ ഒരുമിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് ശാന്തത പോലെ തോന്നിച്ചാലും ഉള്ളിൽ വലിയ ഒരു തിരമാലയുണ്ട്. ഇവർക്ക് മനസ്സമാധാനം കുറയുന്നുള്ള പ്രധാന കാരണം പണം, ജോലി, കുടുംബം എല്ലാം ഒരുമിച്ച് വഹിക്കേണ്ടി വരുന്ന സാമ്പത്തിക സമ്മർദ്ദം, എനിക്കാണ് എല്ലാവരുടെയും ഉത്തരവാദിത്തം എന്ന ഭാരം, ആരോടും പറയാതെ ഉള്ളിൽ അടക്കിക്കൊണ്ട് നടക്കുന്ന ദുഃഖങ്ങൾ. അവിട്ടക്കാരുടെ പ്രോബ്ലം ചുരുക്കി പറഞ്ഞാൽ ഒത്തിരി വഹിക്കുന്നു, ഒട്ടും പറയുന്നില്ല. പക്ഷേ ഇവരുടെ വലിയ ശക്തി അവർ ജന്മസിദ്ധരായ നേതാക്കൾ. വേണ്ടി വരുമ്പോൾ കുടുംബത്തെയും ജോലിയെയും പൂർണ്ണമായി ഉയർത്തി നിർത്താൻ കഴിവുള്ളവർ. അവിട്ടം നക്ഷത്രക്കാർ എത്ര കുഴപ്പം വന്നാലും കീഴടങ്ങാൻ അറിയാത്തവർ. തളർന്നാലും വീണ്ടും ഉയരും, ഉയർന്നാൽ മറ്റുള്ളവരെയും ഉയർത്തും. 11. ഉത്രട്ടാതി നക്ഷത്രം. പുറത്ത് ചിരിച്ചാലും ഉള്ളിൽ ഒരുതരം ഭയം. എനിക്കുള്ളതൊക്കെ ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ ഈ നഷ്ടമാകുമോ എന്ന ആശങ്ക ഇവരുടെ മനസ്സിന് ഒരു നിമിഷം പോലും ശാന്തിയിലിരിക്കാൻ അനുവദിക്കുന്നില്ല. ഇവർക്ക് മനസ്സമാധാനം കുറയ്ക്കാനുള്ള പ്രധാന കാരണങ്ങൾ കുടുംബത്തിനും ബന്ധത്തിനുമേൽ വരുന്ന മാനസിക സമ്മർദ്ദം, മറ്റുള്ളവരുടെ വേദന കണ്ടാൽ കരഞ്ഞു പോകുന്ന അതിരഹിത കരുണ, ചെറിയ കാര്യങ്ങൾക്ക് പോലും വലുതായിട്ട് ചിന്തിക്കുന്നവർ. ഈ നക്ഷത്രക്കാർ പുറത്തു പറയാത്ത ഒരു ഭാരമാണ് ദിവസം മുഴുവൻ താങ്ങി നടക്കുന്നത്. പക്ഷേ ഇവർക്കൊരു ദൈവിക വരദാനമുണ്ട്. ദുഃഖത്തിലായാലും നിരാശയിലായാലും അവർ ദൈവത്തെ വിട്ടുപോകില്ല. വേദന കൂടുമ്പോൾ അവരുടെ ആത്മീയതയും വിശ്വാസവും ഇനി ശക്തമാകും. അതിലാണ് ഉത്രട്ടാദികൾ എത്ര തളർന്നാലും വീണ്ടും പ്രകാശമാകുന്നത്. 12. രേവതി നക്ഷത്രം. ലോകത്തിൽ ഏറ്റവും സ്നേഹഭരിതരും ഹൃദയം മൃദുവുമായ ആളുകൾ. പുറത്ത് ചിരിക്കും, പക്ഷേ ഉള്ളിൽ ഇനിയും പറയാതെ കരഞ്ഞ വേദനകൾ. ഇവരുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം, ഇല്ല എന്ന വാക്ക് പറയാൻ പറ്റാത്തതിൻ്റെ വേദന, ത്യാഗം ചെയ്യുന്ന സ്വഭാവം. രേവതി നക്ഷത്രക്കാർ സ്വന്തം ഹൃദയം തകർന്നു പോയാലും മറ്റുള്ളവരുടെ ഹൃദയം തകരാതിരിക്കാൻ നോക്കുന്നവർ. പക്ഷേ ഇവരുടെ ദൈവിക വരദാനം രേവതിക്കാർ സ്നേഹിക്കുന്നത് ഒരാളെ മാത്രമല്ല, മുഴുവൻ ലോകത്തെയുമാണ്. ഈ നല്ല ഹൃദയത്തിന് ദൈവം ഒരിക്കലും കൈവിടില്ല. ഈ 12 നക്ഷത്രക്കാരുടെ മനസ്സിൻ്റെ കഥ. ഈ നക്ഷത്രങ്ങളിൽപ്പെട്ടവരുടെ ഏറ്റവും വലിയ പോരാട്ടം അശാന്തമായ മനസ്സ്. പക്ഷേ ഈ മനസ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അപരിമിതമായ സ്നേഹം, കരുണ, വലിയ മനസ്സ്, ആഴമുള്ള സ്വപ്നങ്ങൾ. ലോകം തെറ്റിദ്ധരിക്കും, പക്ഷേ ദൈവം മനസ്സിലാക്കും. മനസ്സമാധാനം കുറവാകുന്നത് അവരെ തകർക്കാനല്ല, വളരാൻ. ഓരോ വേദനയും അവരെ ഉയർത്താനുള്ള ദൈവത്തിൻ്റെ ശില്പപ്രവർത്തനമാണ്. നിങ്ങൾ ആ നക്ഷത്രത്തിൽ പെട്ടവരാണോ എങ്കിൽ ഒരു വാക്ക് മനസ്സിൽ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ശാന്തി വൈകാം, പക്ഷേ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കേണ്ടതുമാണ്. നന്ദി, നമസ്കാരം.